നമസ്കാരം. കുവൈറ്റ് ന്യൂസിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ഗിരീഷ് കുമാർ. പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ അനധികൃത പരിശീലന സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന സ്ഥാപനം മന്ത്രാലയം അടച്ചുപൂട്ടി. അധ്യാപകർക്ക് ഫിംഗർ പ്രിന്റ് ഹാജർ പ്രോട്ടോകോൾ ഫെബ്രുവരി 11 മുതൽ. റമദാൻ വ്രതം ഈ ദിവസം ആരംഭിക്കുമെന്ന് പ്രവചനം. ഗാർഹിക തൊഴിലാളി പ്രതിസന്ധി പരിഹരിക്കാൻ കുവൈറ്റ് ഈ രാജ്യത്ത് നിന്ന് തൊഴിലാളികളെ എത്തിച്ചേക്കാം. വാർത്തകൾ വിശദമായി. കുവൈറ്റിൽ അനധികൃത പരിശീലന സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന സ്ഥാപനം മന്ത്രാലയം അടച്ചുപൂട്ടി. ഈ അടുത്തിടെ നടത്തിയ പരിശോധനയിൽ ആവശ്യമായ ലൈസൻസുകളില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് വാണിജ്യം വ്യവസായ മന്ത്രാലയം പിടിച്ചെടുത്തു. ഓഫീസുമായി ബന്ധപ്പെട്ട പരസ്യം മന്ത്രാലയം നിരീക്ഷിച്ചതിനെ തുടർന്നാണ് ഈ നടപടി സ്വീകരിച്ചത്. പരസ്യം അനുസരിച്ച് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ലോഗോയോടെ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കും. എന്നാൽ അന്വേഷണത്തിൽ വാണിജ്യ ലൈസൻസ് ഇല്ലാതെയാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി. കൂടാതെ പരസ്യപ്പെടുത്തിയ പരിശീലന പരിപാടി അപ്ലോഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങുമായുള്ള പൊതു അതോറിറ്റിയിലെ സ്വകാര്യ പരിശീലന വകുപ്പ് നിശ്ചയിച്ചിട്ടുള്ള ലൈസൻസിംഗ് ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തി. ഇതേ തുടർന്ന് ഓഫീസ് അടച്ചുപൂട്ടി. കുവൈറ്റിൽ അധ്യാപകർക്ക് ഫിംഗർ പ്രിന്റ് ഹാജർ പ്രോട്ടോകോൾ ഫെബ്രുവരി 11 മുതൽ. വിരലടയാള ഉപകരണങ്ങൾ ഉപയോഗിച്ച് അധ്യാപകരുടെ ഹാജർ നിരീക്ഷിക്കാനുള്ള പുതിയ സംവിധാനം നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഫൈസ അൽ മുത്താഫ പ്രഖ്യാപിച്ചു. ഈ മാസം 11 ഞായറാഴ്ചയാണ് ഈ സംരംഭം ആരംഭിക്കുന്നത്. വിദ്യാഭ്യാസ ജില്ലകളുടെ ഡയറക്ടർമാർക്ക് നിർദ്ദേശിച്ച സർക്കുലറിൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും സ്കൂളുകളിലെയും എല്ലാ ജീവനക്കാർക്കും വിരലടയാളം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഇൻഫർമേഷൻ സിസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രമങ്ങൾ സുഗമമാക്കേണ്ടതിൻ്റെ പ്രാധാന്യം അൽ മുത്തവ ഊന്നിപ്പറയുന്നു. വിരലടയാള ഹാജർ സംവിധാനം ഏർപ്പെടുത്തുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ ഉത്തരവാദിത്വവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനും അധ്യാപക ഹാജർ സംബന്ധിച്ച കൃത്യമായ രേഖകൾ ഉറപ്പാക്കുന്നതിനും ഇതിലൂടെ യോഗ്യരല്ലാത്തവരെ പിരിച്ചുവിടുന്നതിനുമുള്ള പ്രധാന ചുവടെടുപ്പാണ് കുവൈറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. കുവൈത്തിൽ ഈ വർഷത്തെ റമദാൻ വ്രതാരംഭം മാർച്ച് 11 തിങ്കളാഴ്ച ആയിരിക്കുമെന്ന് ഉജേരി സയൻറ്റിഫിക് സെൻറ്റർ ജ്യോതിശാസ്ത്ര പ്രകാരം മാർച്ച് 11 തിങ്കളാഴ്ച ആയിരിക്കും ഷഹാബൻ മാസത്തിലെ തുടക്കം. 29 ദിവസങ്ങളാണ് ഈ മാസത്തിൽ ഉണ്ടാവുകയെന്നും കുവൈറ്റ് ന്യൂസ് ഏജൻസി നൽകിയ അഭിമുഖത്തിൽ സെൻറ്റർ പറഞ്ഞു. ഹിജ്റ 1445 ഷബാൻ 29 രാവിലെ 6:07 ആണ് ചന്ദ്രോദയം സംഭവിക്കുക. ഇത് 12 മിനിറ്റ് മാത്രമേ നിലനിൽക്കൂ. അതിൻ്റെ അസ്തമയം വൈകുന്നേരം 6:05 സംഭവിക്കുകയും ചെയ്യുന്നതിനാൽ റമദാൻ പിറ കാണാൻ പ്രയാസമായിരിക്കുമെന്ന് സെൻറ്റർ പറഞ്ഞു. രാജ്യത്ത് ഗാർഹിക തൊഴിലാളി പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നീക്കം ശക്തമാക്കി കുവൈറ്റ്. ഇതിൻ്റെ ഭാഗമായി വർഷങ്ങളായി നിർത്തിവെച്ച എത്യോപ്യയിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെൻറ്റ് പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഗാർഹിക തൊഴിലാളി കാര്യാലയങ്ങളിലെ സ്പെഷ്യലിസ്റ്റ് ബാസം അൽ ഷമ്മാരി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൻ്റെ നിബന്ധനകളിൽ അന്തിമ മിനുക്കുപണികളുമായി കുവൈറ്റ് എത്യോപ്യൻ ചർച്ചകൾ നടന്നുവരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. കുവൈറ്റിൽ അനധികൃത പരിശീലന സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന സ്ഥാപനം മന്ത്രാലയം അടച്ചുപൂട്ടി. അധ്യാപകർക്ക് ഫിംഗർ പ്രിന്റ് ഹാജർ പ്രോട്ടോകോൾ ഫെബ്രുവരി 11 മുതൽ. കുവൈറ്റിൽ റമദാൻ വ്രതം ഈ ദിവസം ആരംഭിക്കുമെന്ന് പ്രവചനം. ഗാർഹിക തൊഴിലാളി പ്രതിസന്ധി പരിഹരിക്കാൻ കുവൈറ്റ് ഈ രാജ്യത്ത് നിന്ന് തൊഴിലാളികളെ എത്തിച്ചേക്കാം. നന്ദി, നമസ്കാരം.